ഇന്ന് നമുക്ക് പരിപ്പും തക്കാളിയൊക്കെ വെച്ച് നല്ലൊരു രസം ഉണ്ടാക്കിയാലോ? രസപ്പൊടിയൊന്നും ചേർക്കാതെ മസാലക്കൂട്ടൊക്കെ അരച്ചുണ്ടാക്കി വെക്കുന്ന ഒരു നാടൻ രസം, എന്റെ വേർഷൻ. അപ്പൊ അതിനെന്തൊക്കെയാ വേണ്ടതെന്ന് നോക്കിയാലോ? പറയോ. ആദ്യം മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിലേക്ക് 2 കപ്പലമുളക് ഇട്ട് കൊടുക്കുക. ഇത്രയും കുരുമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത്രയും ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 7 അല്ലി വെളുത്തുള്ളി, കുറച്ച് കായപ്പൊടി, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അധികം വെള്ളം ചേർക്കണ്ട. അപ്പൊ നമ്മൾ മസാല അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും വലുപ്പത്തിന് മാത്രം പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വെക്കുക. രസത്തിന് നമുക്ക് അധികം പുളിയുടെ ആവശ്യമൊന്നും ഇല്ല. പിന്നെ തക്കാളി രസമല്ലേ, തക്കാളിയും ചേർക്കുന്നുണ്ടല്ലോ. ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കടുക് പൊട്ടിക്കാനായിട്ട് 2 മുളകും, പിന്നെ ഇത്തിരി കടുകും, പിന്നെ കറിവേപ്പിലയിട്ട് താളിക്കാം. ഞാനിപ്പോ ഇവിടെ കുറച്ച് രസമാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന രസത്തിനനുസരിച്ച് എടുക്കുന്ന കൂട്ടുകളുടെ ക്വാണ്ടിറ്റിയിലും വ്യത്യാസം വരുത്തണം കേട്ടോ. കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ അരച്ചു വെച്ച മസാലക്കൂട്ട് അതിലേക്ക് ചേർക്കാണ്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കരിഞ്ഞു പോവാതെ നോക്കണം. തീ കുറച്ച് വെച്ചാൽ മതിയേ. മസാല പാകമായി വരുമ്പോൾ തന്നെ നല്ലൊരു മണം വരും കേട്ടോ. രസത്തിന്റെ ഒരു മണം നമുക്ക് അപ്പോഴേ കിട്ടും. ഇതിന്റെ കൂടെ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വറക്കാം. കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പരിപ്പും തക്കാളിയും കൂടെ ഞാൻ വേവിച്ച് നന്നായിട്ട് ഉടച്ച് അരിച്ചെടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പൊ അതിന്റെ വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. നമുക്ക് രസം നല്ല വെള്ളം പോലെയല്ലേ വേണ്ടത്, കട്ടിയായിട്ടല്ലോ. അപ്പൊ ഞാൻ അത് ഉടച്ച് അരിച്ചെടുത്ത് വെച്ചതാണ്. അത് നമ്മളിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഞാൻ 2 തക്കാളിയും ഒരു കുഞ്ഞു പിടി പരിപ്പും മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളിയും കൂടെ പിഴിഞ്ഞ് ഒഴിക്കുക. ഇപ്പൊ നമുക്ക് രസത്തിലേക്ക് പുളിയും എരിവും ഉപ്പും എല്ലാം കറക്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. തക്കാളിയുടെ പുളിയും ഇപ്പൊ നമ്മൾ ഇത്തിരി പുളിയും കൂടെ വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടിയിട്ട് കറക്റ്റ് പുളിയായിരിക്കും. ഇനി ഇത് നന്നായിട്ട് തിളപ്പിക്കണം. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നല്ല അടിപൊളി രസമാണ്. നമ്മൾ പനിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് ചൂട് ചോറും ഈ രസവും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഇതിൽ കുറച്ച് മല്ലിയില ഇടുക. മല്ലിയില ഇട്ട് നന്നായി തിളയ്ക്കുമ്പോൾ നമ്മൾ ഒരു നുള്ളു കായപ്പൊടിയും കൂടി ഇട്ടിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. അത്രേ ഉള്ളൂ, രസം റെഡിയാവും. വളരെ സിമ്പിൾ അല്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. ചിലർക്കും രസത്തിൽ മധുരം ഉള്ളത് ഇഷ്ടമായിരിക്കും, അതുകൊണ്ട് ശർക്കര ഇടാറുണ്ട്. പക്ഷെ ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ അങ്ങനെ മധുരം ഇടാറില്ല. ഈ രസത്തില് അത് നന്നായിരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാനത് സജസ്റ്റ് ചെയ്യുന്നുമില്ല കേട്ടോ. അപ്പൊ രസക്കൂട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം കമന്റ് ബോക്സിൽ പറയണം. പിന്നെ എന്റെ വീഡിയോസ് ഒക്കെ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കാം. അപ്പൊ ഓക്കെ, ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.